ഓട്ടംതുള്ളൽ വേദിയിൽ കാണികൾക്ക് വ്യത്യസ്ത അനുഭവമായി പറയൻതുള്ളൽ. കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പറയൻതുള്ളൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഒറ്റച്ചിലമ്പ് വലതുകാലിൽ കെട്ടണം, കെച്ചമണിയും അതേ കാലിൽ തന്നെ. കാരണം മുറിയടந்த താളത്തിൽ ഒറ്റക്കാലിലാണ് പറയൻതുള്ളൽ നടത്തുന്നത്. ചുവന്ന പട്ടിനു മുകളിൽ കസവു കച്ച വരിഞ്ഞുകെട്ടി ദേഹമാസകലം ഭസ്മം പൂശുന്നതാണ് പറയൻതുള്ളലിന്റെ ചമയം. മുഖത്ത് തേപ്പും മിനുക്കും നിയമത്തിലില്ലെങ്കിലും കലോത്സവ വേദിയിലെത്തുമ്പോൾ കണ്ണെഴുത്തിനു പുറമെ മുഖവും മിനുക്കുന്നു. നാഗഫണ കിരീടം അഥവാ സർപ്പത്തിമുടിയാണ് പറയന്റെ തലയെടുപ്പ്. കലോത്സവ ചരിത്രത്തിൽ ആദ്യമായാണ് പെൺകുട്ടികളുടെ തുള്ളൽ മത്സരത്തിൽ പറയൻ വേദിയിലെത്തുന്നത്. പങ്കെടുത്ത 15 പേരിൽ 14 പേരും ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചപ്പോൾ കൊല്ലം കടക്കൽ GVHSലെ ദേവികയാണ് പറയൻ അവതരിപ്പിച്ചത്. വേടനും പാരിയും ശിവനെ പൂജിക്കുന്ന പുളിന്തി മോക്ഷൻ കഥയാണ് ദേവിക അവതരിപ്പിച്ചത്. കുഞ്ചൻ നമ്പ്യാരുടെ കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെ രൂപകൽപ്പന ചെയ്തു കൊടുത്ത ഒരു കലയാണ് പറയൻതുള്ളലും. അത് ശിവന്റെ സങ്കല്പമാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുനലൂർ സ്വദേശി ദൃശ്യ ഗോപിനാഥാണ് ദേവികയുടെ ഗുരു. കലോത്സവ വേദികൾ പെണ്ണിടങ്ങളാകുന്നതിന്റെ സന്തോഷം കൂടിയാണ് ദേവികയുടെ പറയൻതുള്ളൽ. അടിച്ചമർത്തലിൽ നിന്ന് ഒരു മോചനം പറയൻതുള്ളലിനും ആവശ്യമാണ്. ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം വിനിഷ വൃന്ദാവൻ.